കണ്ടാ? Oh my god! ആ ചിമ്പുട്ട് നമ്മുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ചിമ്പുവിനെ ഇടയ്ക്ക് നമ്മൾ വന്ന് കേട്ടാറുണ്ട്, പക്ഷെ അങ്ങനെ നമ്മൾ അകത്തേക്ക് ഞാൻ അവനെ കേട്ടില്ല. കാരണം അവന് പുറത്ത് നടക്കുന്ന പൂച്ചയാണല്ലോ, നമുക്ക് അതിനെ അകത്തേക്ക് ഞാൻ എപ്പോഴും കയറ്റാൻ പറ്റില്ല. ഇവിടേക്ക് കയറ്റും നമ്മൾ, ഇവിടെയാണ് അവനെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുക. അത് നമ്മുടെ ചുമന്ന കിളിയുണ്ടല്ലോ, ആ കിളിയുടെ കുഞ്ഞുങ്ങളാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇത് നമ്മൾ ഈ സമ്മർ തുടങ്ങിയ ഇടയ്ക്ക് നമ്മൾ പറന്നുപോയി, ഇനി വരുമ്പോൾ കാണിക്കാം. സമ്മർ തുടങ്ങിയ ഇടയ്ക്ക് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു ആ കിളീനെ. അതിപ്പോൾ വലുതായി വരുന്നുണ്ട് കേട്ടോ. വലുതായി വരുമ്പോൾ അതിനെ ആ ചുമന്ന കളർ കൂടി കൂടി വരുന്നുണ്ട്.
ചിമ്പു. ഇത് നമ്മുടെ ഇവിടെ പല സ്ഥലത്തും നമ്മൾ കിളികളുടെ കൂടുകൾ വെച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഫുഡ് കൊടുക്കണ്ട കേട്ടോ. ഇന്നിവിടെ ഭയങ്കര കാറ്റ് വീശിക്കൊണ്ടിരിക്കട്ടെ, ഭയങ്കര കാറ്റാ. അതുകൊണ്ട് തന്നെ അതാ നോക്കിക്കേ, നമ്മുടെ ഡെക്കുമ്മയ്ക്ക് നോക്കിക്കേ നിറച്ച് ഇലകൾ വന്ന് പറന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാ. അപ്പം അങ്ങനെ നമ്മുടെ കിളികൾക്ക് നമ്മൾ ഫുഡാക്കി കൊടുത്തു. ഇപ്പം എല്ലായിടത്തും നമ്മളിപ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ കിളികൾക്ക് നമ്മൾ തീറ്റ വെച്ചിട്ടുണ്ട്. കിളികൾ കണ്ടമാനം കിളികൾ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു വീട് പോലെ പണിതിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഔട്ട് ഹൗസ് പണിതിട്ടുണ്ടായിരുന്നില്ല, അവിടെയായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മളൊരു കിളികളുടെ ഒരു ഫീഡർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വർഷം വാങ്ങിച്ചത്. അതിനകത്ത് കണ്ടമാനം തീറ്റ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനകത്ത് കുറേ കിളികൾ വരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ തീറ്റ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് തീറ്റയുള്ളൂ. പിന്നെ ഇന്ന് ഇവിടെ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. 2 ദിവസമായിട്ട് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഒന്ന് വെയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ വെയിൽ തെളിയും, ചില സമയത്ത് നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ആ നടുവിലെ തോട്ടം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തോട്ടത്തിൽ ഇപ്പോൾ കണ്ടമാനം പൂവുണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ സൈഡിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാം. പിന്നെ അവിടെയാണ് നമ്മുടെ ഈ മുരിങ്ങ നട്ടേക്കുന്നത്. നിങ്ങൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുരിങ്ങ കഴിഞ്ഞ വർഷം നമ്മളകത്തേക്ക് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുരിങ്ങ പിടിച്ചിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങ പിടിച്ചിട്ടാ, മുരിങ്ങ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സമ്മർ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ മുരിങ്ങേനെ നമ്മുടെ ഡാലിയ തോട്ടം ഉണ്ടല്ലോ, ഡാലിയ തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അതുമ്പോൾ കുറച്ചും കൂടി ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നിറച്ച് ഇലകളാക്കി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിങ്ങനെ ഒരൊറ്റ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെയാണ് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിൽ കുറേ ഇങ്ങനെ തണ്ടുകളൊക്കെ വന്നിട്ട് കുറേ ഇലയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതുമേന്ന് ഇല പറിച്ചിട്ട് നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്, പിന്നെ ഭയങ്കര നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മുരിങ്ങയുടെ ഇല പറിക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ ഈ തോട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തോട്ടത്തിൽ ഇപ്രാവശ്യം ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വെയിൽ കളിയുണ്ട്. ചില സമയത്ത് വെയിൽ കളിയും, ചില സമയത്ത് വെയിൽ പോകും. അവിടെ നന്നായിട്ട് കണ്ടമാനം പൂക്കളൊക്കെ ഉണ്ടായിട്ട് സീനിയും ഡാലിയയും ഒക്കെ ആയിട്ട് കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഓക്കെ, കൂടുതലൊന്നും പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചക്കറികൾ ഞാൻ പറിക്കാറുണ്ട്. പിന്നെ തക്കാളിക്ക് ഉണ്ടായില്ല, തക്കാളിക്ക് പറിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വേറെ ദിവസം കാണിക്കാം. അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് മുരിങ്ങയില പറിച്ചിട്ട് നമുക്ക് അട നമുക്ക് റെഡിയാക്കാം. അപ്പം ഇതാട്ടാ നമ്മുടെ മുരിങ്ങ, കണ്ട കാറ്റത്ത് കിടന്നിട്ട് ഭയങ്കരമായിട്ട് ആടുന്നുണ്ട്. 2 ഉണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ചെറുതാണ്. അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് സീനിയായിട്ടാ നിൽക്കുന്നത്. രണ്ടാലുണ്ട്. ആദ്യം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നല്ല. ഞാൻ ഇതിലും മുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കട്ട് ചെയ്തില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് തുടങ്ങൂല. അപ്പോൾ ഇതിൻ്റെ ഇല മുഴുവനും കൊഴിഞ്ഞു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ കൊമ്പ് മാത്രമായിട്ട് നമ്മൾ അകത്തേക്ക് നമ്മൾ എടുത്ത് വയ്ക്കാം. നല്ല ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള.
അതുകൊണ്ടാണ് ഞാൻ പല ദിവസവും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇല എടുക്കണം. പക്ഷേ ഇതിങ്ങനെ ആ ഭംഗിയിൽ ഇങ്ങനെ, പിന്നെ ഇതിൻ്റെ ഇലയുടെ കളറിനായിരുന്നാലും നല്ലൊരു പച്ചപ്പുണ്ടല്ലോ, ഒരു തത്തം പച്ചയുണ്ടല്ലോ. ഓക്കെ, പറിക്കാൻ പറ്റും അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്നാലും നമുക്ക് കുറച്ച് ഇല നമുക്ക് പറിച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് ചെറുതുമേന്ന് പറയാം. ചെറുതുമേ അത്യാവശ്യം നന്നായിട്ട് കാറ്റൊരു രക്ഷയില്ല. ചില സമയത്ത് ഭയങ്കര കാറ്റാണ്. ഇവിടെ ഏതായാലും കുറേ നല്ല ഭംഗിയുള്ള സീനിയപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാറ്റൊക്കെ മാറി കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കാറ്റൊക്കെ ഒന്ന് കുറയും. അപ്പോൾ ഞാൻ കാണിച്ചില്ല. നല്ല രസമാണ് പൂ കാണാൻ പറ്റും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര കാണിച്ചാലും നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതുവരെ ഞാൻ ഇല എടുത്തില്ല. കുറച്ച് എടുക്കാം അല്ലേ, ഞാൻ കട്ട് ചെയ്യാൻ അത്രയും ഇത്രയും മതി. ഇനി നമുക്കിത് പരിപ്പിലേക്ക് നമുക്ക് ഇട്ടിട്ട് നമുക്ക് കറിയായിട്ട് വെക്കാം. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് വേപ്പില കട്ടി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടക്കി നമുക്ക് ഇത്രയ്ക്ക് മതി. തന്നെ അത് പറിച്ചുകൊണ്ടെന്ന് വെച്ചാലേ പിന്നെ അത് വാടും. നമുക്ക് അത്യാവശ്യത്തിന് വന്നിട്ട് നമുക്ക് പറിച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതാ അവിടെ ആ മരത്തുമേന്നാണ് കുറേ കൊമ്പുകളൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നല്ലോ. അവർ വന്നിട്ട് കുറേ കൊമ്പുകളൊക്കെ അതിൻ്റെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചില സമയത്ത് ഭയങ്കര കാറ്റ് വീശുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ അവിടെ മുരിങ്ങയ്ക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റായി ഒരു കാറ്റുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നമുക്കൊന്ന് അടർത്തി എടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഇല അടർത്തിയിട്ടും പോവാം. എല്ലാവരും നല്ല കിളുന്തലയാ. കാറ്റ് വീശിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഞാൻ പിന്നെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കാറ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കിടന്നിട്ടായിട്ട് പറക്കാം. നമ്മുടെ കോഴീനെ ഒന്നും നമ്മൾ അയച്ചിട്ടിട്ടില്ല. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അയച്ചിട്ടുള്ളൂ എന്നറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ പുതിയ തോട്ടത്തിലേക്ക് കയറിയിട്ട് നമ്മുടെ ടാലിയൊക്കെ അവർ കളഞ്ഞിട്ടുണ്ടായി. രണ്ടാമത് നന്നായിട്ട് പൊന്തി വരണുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് തണുപ്പ് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് പൂവുണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ കുഞ്ഞ് ഇതുമേലുള്ള ഒരു തണ്ടൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കളയുന്നില്ല. കാരണം അത് ഒട്ടും പൂത്തിട്ടില്ല. ഈ വലിയ തണ്ട് മാത്രം മാറ്റിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്ന ഇത് അടിയിലത്തെ ഇത് മാറ്റാം. എനിക്ക് മുരിങ്ങ ഉണ്ടാവുമെന്ന് പറഞ്ഞൂടാ. തോന്നണം ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ ഇറക്കി മണ്ണിൽ നട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വരും. പക്ഷെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് വലുതാവില്ല എന്ന് തോന്നുന്നു. ഇത് നമ്മളിങ്ങനെ മണ്ണിൽ വയ്ക്കുമ്പോൾ എന്ത് സാധനം എനിക്ക് തോന്നുന്നു മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലുതാവും തോന്നും. ഇതാണ് ഇതിൻ്റെ തണ്ട്. ഞാൻ ആദ്യമായിട്ട് പറിക്കണേന്ന് പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് പറിച്ചിട്ടില്ല. ഈ പരിപ്പറിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ തക്കാളി ഉണ്ടായിട്ടല്ലോ നമുക്ക് നല്ല പച്ച തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചിമ്പു വാ, ഇവിടെ കൂട് കാണിച്ചു കൊടുക്കട്ടെ. ചിമ്പുവിൻ്റെ ചിമ്പു വാ, ഓടി വാ, കൊച്ചിന് കൂട് കാണിച്ചവരേനെ വാ, ചിമ്പുടാ. ചിമ്പുന് കൂടി ഇഷ്ടായാ? കൂടി ഇഷ്ടായി? എനിക്ക് പേടിയൊന്നുമില്ല. ഇതാട്ടെ നമ്മുടെ ചിമ്പൂട്ടിന് നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന കൂടാണിത്. ഇത് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ അത് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ചിമ്പുവിനെ കാണിച്ചത്. പക്ഷേ ചിമ്പു കയറി കിടക്കണില്ല. എനിക്ക് തോന്നുന്നു ചിമ്പു കയറി കിടക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാലേ ചിമ്പു പുറത്തുള്ള കിടന്ന് ഉറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെങ്ങാനും കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ട് ചിമ്പുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിമ്പുവിന് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ചിമ്പു ഇതിൻ്റെ ഉള്ളിൽ കയറണില്ല. കൂട് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റൊക്കെ നോക്കിയുള്ളൂ. പക്ഷേ ആൾ കയറണമൊന്നുമില്ല കൂടിൻ്റെ ഉള്ളിൽ. പക്ഷെ കൂട് കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്.
പക്ഷെ ചിമ്പൂട്ടിന് കൂടെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ചിമ്പൂട്ടി. എനിക്ക് പേടിയാ, ഈ ചെറുക്കൻ്റെ കാലുമേ ഭയങ്കര നെയിലുണ്ട്. പിന്നെ നമ്മൾ വാക്സിനൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനേഷനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവനെ നമ്മളങ്ങനെ എടുക്കാറില്ല. എടുക്കുമ്പോൾ എനിക്ക് പേടി അവൻ അടുത്ത് വരുമ്പോൾ എങ്ങനെ മാന്ത എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആൾക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ ചിമ്പു ഇപ്പോൾ കിടക്കുന്നത് എവിടെയെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ മുകളിൽ നമുക്കൊരു ബാൽക്കണിയില്ലേ, ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ പിടിക്കാറില്ലേ, അവിടെ ആകുമ്പോൾ മഴയൊന്നും കൊള്ളില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ മാന്തരുത്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ വേറെ ഒന്നിനും അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആസ്പിൻ കയറാറുണ്ട് അതിൻ്റെ മുകളിലേക്ക്. ഇപ്പോൾ ആസ്പിൻ അത്രയ്ക്ക് വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ ആസ്പിന് ഇവിടുന്ന് നമ്മൾ ചാടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറണം അവന്. പക്ഷേ ചിമ്പുവിനെ നമ്മൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അവിടെ വന്നിട്ട് മുകളിൽ നിന്നിട്ട് വിളിച്ചിട്ട് അവനെ നമ്മളവിടെ മുകളിൽ ഡെക്കുമേക്ക് കയറ്റിയിട്ട് അവനെ പഠിപ്പിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് അവിടെ നമ്മൾ അവന് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കംഫർട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാന്തല്ലേ. അപ്പോൾ ഇപ്പം അവിടെയാണ് അവൻ കിടക്കുന്നത്. അപ്പോൾ അവന് മഴയൊന്നും കൊള്ളൊന്നുമില്ല, അവന് സുഖമായിട്ട് അവിടെ ഇരിക്കുക. അവൻ എന്നേക്കാളും മുമ്പ് ഓടി ഇവിടെ എത്തി. നമ്മുടെ മുരിങ്ങയിലയും പിന്നെ തേങ്ങയും കൂടിയിട്ടാണ് നമ്മൾ അടയുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഫില്ലിങ് നമുക്കൊന്ന് റെഡിയാക്കാം. ഫസ്റ്റ് നമുക്കടെ അടയിലേക്കുള്ള അരിപ്പൊടി കൊണ്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിങ് നമുക്കൊന്ന് റെഡിയാക്കാം. പുറത്തേക്ക് വന്നപ്പോൾ അല്ലാത്തേക്ക് വന്നപ്പോൾ ആശ്വാസമായി. പുറത്ത് ഭയങ്കര കാറ്റായിട്ട് സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാമും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ബദാം ഫസ്റ്റ് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതായിട്ട് ചേർക്കുന്നത്, നമ്മുടെ ഫെനൽ സീഡ്സ്. നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തോട്ടെ. മുരിങ്ങയില നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയ പോലെ എടുക്കാം. മിക്സിയിൽ ഇട്ടിട്ട് അടിക്കണ്ട. അപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരഞ്ഞ പോലെ ആവുക. ഇതാമേ ഒന്ന് ആ തേങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ നമ്മുടെ മിക്സിങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർക്കട്ടെ. ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആവിയിലേക്ക് വെക്കട്ടെ നമ്മളെ. അപ്പോൾ നമ്മൾ അടയിരുന്നിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ അടയൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, ചിമ്പു കൂട്ടിൽ കയറുന്നുണ്ട് കേട്ടോ. ആ ചിമ്പു ലാസ്റ്റ് നമ്മളെന്നെ കൂട്ടിൽ കയറ്റി കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ കയറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സുഖമായിട്ട് കിടക്കുന്നുണ്ട്. എന്ത് ഭംഗി അവൻ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. കൊച്ചിന് ക്യാമറയ്ക്ക് പോസ് ചെയ്യാനൊക്കെ അറിയാം. ചെറുക്കനെ കൊണ്ട് തോരല്ല കിളീനെ പിടിച്ചാനവൻ.
നമ്മുടെ ആസ്പിൻ ചേട്ടൻ വരുന്നുണ്ട്. ചിമ്പൂട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ കാണാനില്ല. ആസ്പെൻ, ആസ്പെൻ, ഈ പൂ എന്തു വലുപ്പമെന്നറിയോ പൂവിന്. എന്ത് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള കളറ്, നല്ല ഉദിച്ച് നിൽക്കുന്ന കളറ്. അതിൻ്റെ ഇതൊക്കെ വിരിഞ്ഞ് വരുന്നതാട്ടോ ഈ കാണുന്നത്. ഇതായിരുന്നാലും വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇത് ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞതാണ്. അത് ഇത്ര വലുപ്പം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു അതിൻ്റെ ഭംഗി അറിയുള്ളൂ നമ്മൾ. അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു. കുറേ ഉണ്ടായി അതിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് രസം. ഇതിൻ്റെ വിത്ത് എന്തായിരുന്നാലും എടുത്ത് വയ്ക്കും ഞാൻ അടുത്ത വർഷത്തേക്ക്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ പൂ. പിന്നെ ഈ പൂവ് നമ്മളെല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. നിങ്ങളെ കാണിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു പഞ്ഞി പോലത്തെ പൂവാട്ടാ. ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ കുറേ ചെടികൾ നമ്മളിവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിലയുള്ള ഒരു ചെടിയാട്ടാ. മെർട്ടയിൽ എന്ന് പറയും. ഇതിൻ്റെ പല കളറുണ്ട്. ഈ കളറാണ് ഏറ്റവും ഭംഗി. ഇതും പിന്നെ ഇതിനൊരു ഡാർക്ക് റെഡ് ഉണ്ട്. ആ കളറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കളർ. പിന്നെ ഉള്ളതൊക്കെ വേറെയും പല കളറുണ്ട്, ലൈറ്റ് കളറൊക്കെ. അതിനൊന്നും ഇത്രയ്ക്ക് ഭംഗിയില്ല. അതിൻ്റെ വേറെയാണ് ഇത്. നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചാൽ ഒരെണ്ണത്തിന് പൂവുണ്ടായി, 2-3 പൂവുണ്ടായിട്ടുണ്ട്. ഇത് അതിൻ്റെ തന്നെ വേറെ കളറ്. ഇത് റെഡാട്ടാ. ഇത് സൺഫ്ലവർ ആട്ടാ. ഇത് മഞ്ഞയുണ്ട്, പിന്നെ ഈ ഇതുണ്ട്. ഇതിനെന്ത് കളറാണ് പറയുക? മെറൂൺ കളറ്. ഇത് മഞ്ഞ. സൺലൈറ്റ് വന്നിട്ടാണ് കാണുന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്മുടെ ഡാലിയൊക്കെ ഉണ്ട്. ഞാൻ വെയിലാറുമ്പോൾ പിന്നത്തെ വീഡിയോകൾ കാണിക്കട്ടെ. അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ട്. അത് നല്ല വെയിലാണ്. പിന്നെ അതാട്ടെ നമ്മുടെ പച്ചക്കറി തോട്ടം. അവിടെ കഴിഞ്ഞ് വൈകിട്ടേ പോകുള്ളൂ. ഇത് നമ്മുടെ പയറും പിന്നെ അമരപ്പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വഴുതനങ്ങയൊക്കെ പറിക്കാനുണ്ട്. അതൊക്കെ പറിക്കണം. ഇപ്പം നമ്മുടെ കിളിക്കൂട്ടിൽ കിളികൾ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. നേരത്തെയൊക്കെ കുറേ കിളികൾ വന്നിട്ടുണ്ടായിരുന്നു. അണ്ണാൻ വരുന്നുണ്ടെന്നേ. അണ്ണാൻ വന്നിട്ട് 2 അണ്ണാന്മാർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പോൾ. അതുകൊണ്ട് തന്നെ കിളികൾക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട് ഇപ്പോൾ. ചില സമയത്ത് വന്നിട്ട് ഞാൻ ഓടിച്ച് കളിയാ അവരെന്നെ. ഇവിടെ ഈ ചട്ടിയിൽ നിൽക്കുന്ന റോസിനൊക്കെ 2ാമതും പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞ് റോസാണത്. കുറേ കുഞ്ഞു മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളറാട്ടോ. കുറേ മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെന്തി കേട്ടോ. വെന്തി നല്ല തിക്കായിട്ടുള്ള വെന്തിയ, നല്ല സൂപ്പർ വെന്തിയ. ഈ പ്രാവശ്യത്തെ വെന്തി എൻ്റെ ഹൈറ്റിൽ പോണ വെന്തിയ. ഇത് നമ്മുടെ നാടൻ വെന്തി കേട്ടോ. അത്
സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ നടാറുള്ളത് മറ്റേ ചെറുതായിട്ട് നിൽക്കുന്ന വെന്തിയാണ് നടാറുള്ളത്. പക്ഷേ ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അതിന് ഞാനൊരു കോലയ്ക്ക് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ 5-6 ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറാട്ടോ അതിനകത്ത് കാണുമ്പോഴേ. ഇത്രയ്ക്ക് ഞങ്ങളുടെ അതിൻ്റെ ശരിക്കുള്ള കളറ്. എന്താ കാണുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു കളറാണ് വരുന്നില്ല. ഒരു ലൈറ്റ് കളറായിട്ട് എനിക്ക് ക്യാമറയിൽ തോന്നുന്നു. ഈ റോസ്മ പൂ ഇട്ടേക്കണ നോക്കിക്ക്. ഇതും ഇതിന് മുമ്പ് കുറേ പൂ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2ാമത് പൂ ഇട്ടേക്കുന്നതാണ്. നല്ല മണമുള്ള റോസാട്ടോ അത്. നമ്മുടെ കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് കൊക്കണത് കേട്ടോ. ഇതിനെ നമ്മൾ വൈകുന്നേരം നമ്മളെ അയച്ചിട്ടുള്ളൂ. എല്ലാവരും സുഖമായിട്ട് ഉറക്കത്തിലാണ്. താറാവുകളൊക്കെ ഉറക്കത്തിലാണ്. കോഴികളൊക്കെ മുട്ടയിടുന്ന തിരക്കിലാണ്. ഓക്കെ, അമ്മ വരാണ്. പിന്നെ നമുക്ക് ഈ വർഷം ഇവിടെ വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8-9 കടയുണ്ട് വെണ്ട നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
പോരൂട്ടോ കൊച്ചിനെ. മതി, അത്ര കൊടുത്താൽ മതി, അത്ര കഴിക്കില്ല. ചിമ്പുവിന് മഴയുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ കസീബോയുടെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവന് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാം, ഇവിടെ എപ്പോഴും ഇരിക്കാറുണ്ട്, ഇവിടെ മഴ കൊള്ളില്ല. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിമ്പുട്ടിനെ നമ്മളവിടെ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറ്റിയിട്ടുണ്ട്. അവനവിടെ നിന്നോളൂ, അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പേരും മഴയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അട റെഡിയാക്കി കഴിയുമ്പോൾ ഞാനിങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്ത് ഇപ്പോഴും നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ് വീശുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ അട ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. നല്ല ഇതേപോലെ പിന്നെ അട നമ്മളിപ്പോൾ മധുരത്തിൽ നമ്മൾ ശർക്കരയുടെ തേങ്ങ കൂട്ടിയിട്ടുള്ള ഫില്ലിങ് വെച്ച് ഉണ്ടാക്കിയത് നമുക്കറിയാലോ. അട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. കഴിച്ചു തുടങ്ങിയിടാ. തേങ്ങ നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. നല്ല രുചിയുണ്ട്. ജീരകമൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇതിനങ്ങനെ എരിവ് തീരെയില്ല കേട്ടോ. ഞാൻ ഒരു മുളകെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിച്ചോ, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ തണ്ടുണ്ടല്ലോ, തണ്ട് തീരെ മൂത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കളയാണ്ടിരുന്നത്. ഇരിക്കാൻ നിങ്ങളെ നേരത്തെ ക്ലോസപ്പ് കാണിച്ചതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഓയിലൊന്നും ചേർക്കണമെന്നില്ല. പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആയിരുന്നാലും പിന്നെ മുരിങ്ങയിലേക്ക് ആണെങ്കിലും നല്ല ഹെൽത്തിയാണല്ലോ. പിന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫില്ലിങ്ങിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സബോളയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ സബോള ചേർക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും പിന്നെ ഉഴുന്നും അതൊക്കെ ഒന്ന് വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടാം. പക്ഷേ ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ഒന്ന് ചതച്ചും കൂടി ചേർത്തോട്ടാ. എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. അത് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് സാധനങ്ങൾ ചേർത്താൽ മതി. ഒരുപാട് സാധനങ്ങൾ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കളയില്ല.
ഈ പൂവാക്കിക്ക് അയ്യോ എന്തോരം ഭംഗിയപ്പാ. കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട്. ഈ പൂ എന്ത് വലുപ്പമെന്നറിയോ പൂവിന്, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള കളറ്, നല്ല ഉദിച്ച് നിൽക്കണ കളറ്. അതിൻ്റെ ഇതൊക്കെ വിരിഞ്ഞ് വരുന്നതാട്ടോ ഈ കാണുന്നത്. ഇതായിരുന്നാലും വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇത് ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞത്, അത് ഇത്ര വലുപ്പം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗി അറിയുള്ളൂ നമുക്ക്. എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പൂവ് നമ്മളെല്ലാ വർഷവും ഉണ്ടാവാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു പഞ്ഞി പോലത്തെ പൂവാട്ടോ. ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ കുറേ ചെടികൾ നമ്മളിവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിലയുള്ള ഒരു ചെടിയാട്ടാ, മെർട്ടയിൽ എന്ന് പറയും. ഇതിൻ്റെ പല കളറുണ്ട്. ഈ കളറാണ് ഏറ്റവും ഭംഗി. ഇതും പിന്നെ ഇതിനൊരു ഡാർക്ക് റെഡ് ഉണ്ട്. ആ കളറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കളർ. പിന്നെ ഉള്ളതൊക്കെ വേറെയും പല കളറുണ്ട്, ലൈറ്റ് കളറൊക്കെ ആയിട്ട്. അതിനൊന്നും ഇത്രയ്ക്ക് ഭംഗിയില്ല. അതിൻ്റെ വേറെയാണ് ഇത്. നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചാൽ ഒരെണ്ണത്തിന് പൂവുണ്ടായി, 2-3 പൂവുണ്ടായിട്ടുണ്ട്. ഇത് അതിൻ്റെ തന്നെ വേറെ കളറ്. ഇത് റെഡാട്ടെ. ഇത് സൺഫ്ലവർ ആട്ടാ. ഇത് മഞ്ഞയുണ്ട്, പിന്നെ ഈ ഇതുണ്ട് മെറൂൺ കളറ്. ഇത് മഞ്ഞ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്മുടെ ഡാലിയൊക്കെ ഉണ്ട്. ഞാൻ വെയിലാറുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമ്മുടെ കിളിക്കൂട്ടിൽ കിളികൾ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. നേരത്തെയൊക്കെ കുറേ കിളികൾ വന്നിട്ടുണ്ടായിരുന്നു. അണ്ണാൻ വരുന്നുണ്ടെന്നേ. അണ്ണാൻ വന്നിട്ട് 2 അണ്ണാന്മാർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പോൾ. അതുകൊണ്ട് തന്നെ കിളികൾക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ ഈ ചട്ടിയിൽ നിൽക്കുന്ന റോസിനൊക്കെ 2ാമതും പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞ് റോസാണത്. കുറേ കുഞ്ഞു മുട്ടകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളറാട്ടോ. കുറേ മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെന്തി കേട്ടോ. വെന്തി നല്ല തിക്കായിട്ടുള്ള വെന്തിയാണ്, നല്ല സൂപ്പർ വെന്തിയാണ്. ഈ പ്രാവശ്യത്തെ വെന്തി എൻ്റെ ഹൈറ്റിൽ പോണ വെന്തിയാണ്. ഇത് നമ്മുടെ നാടൻ വെന്തി കേട്ടോ. അത് സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ നടാറുള്ളത് മറ്റേ ചെറുതായിട്ട് നിൽക്കുന്ന വെന്തിയാണ് നടാറുള്ളത്. പക്ഷേ ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോലയ്ക്ക് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ 5-6 ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഈ റോസ്മ പൂവിട്ടേക്കണ നോക്കിയൊക്കെ ഇതും ഇതിന് മുമ്പ് കുറേ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2ാമത് പൂവിട്ടേക്കുന്നതാണ്. നല്ല മണമുള്ള റോസാട്ടോ അത്.